ഹലോ. ഞാൻ ഇന്നൊരു കപ്പയാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങോട്ട് കപ്പയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കപ്പയ്ക്ക് ആവശ്യമുള്ള വെള്ളം, കപ്പ മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് എല്ലാവരും ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നമുക്ക്. കാരണം കപ്പയ്ക്ക് നമ്മൾ ഈ സമയത്ത് തന്നെയാണ് ഉപ്പിട്ട് വേവിക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, കാരണം നമുക്ക് കപ്പയിൽ ഈ സമയം ഇടുന്ന ഉപ്പാണല്ലോ ആവശ്യമുള്ളത്. അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അത് ആ ഒരു കളറിനനുസരിച്ച് അത് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. ചില കപ്പ മഞ്ഞൾപ്പൊടി ഇടണം നിർബന്ധമില്ല, ഇടുന്നത് കുറച്ച് ആ ഒരു കളറിനും എല്ലാത്തിനും നന്നായിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം അവിടെ ആവാൻ വേണ്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനാവശ്യത്തിന് ആ സമയം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, കുറവാണെങ്കിൽ ഇടാം, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ വെള്ളം ഊറ്റിയിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി. നല്ലോണം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. ഇത് കപ്പയ്ക്കുള്ള ഒരു മീൻകറിയാണ്. കപ്പയ്ക്ക് ഒരു സൈഡ് ഡിഷ് മീൻകറി എന്ന പോലെ രീതിയിൽ വെച്ചത്. നമ്മൾ ഈ പാകത്തിന് കുറച്ച് വെന്തുടയുന്ന പോലെ, നമ്മളിത് കുക്കറിലും വെക്കാറുണ്ട്. കുക്കറിലാണെങ്കിൽ നമുക്ക് നല്ലോണം വെന്തുടയണം ഇവിടെ ഉള്ളവർക്ക്. അതുകൊണ്ടൊരു 2 വിസിൽ പോലെ ഞാൻ വെക്കും. അങ്ങനെ വെച്ചാലും മതി. ഇത് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒരു അരമൂടി ഞാൻ തികച്ചെടുത്തിട്ടില്ല, ഒരു 2 പിടി പോലെ. പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളി ചതച്ചതും, കാന്താരി ഒരു 15 കാന്താരി മുളകും അതുപോലെ 15 വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്. പിന്നെ പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. അത് നമ്മളതിൽ വെള്ളം കപ്പ വെന്ത് കഴിഞ്ഞ ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് അതിനാവശ്യമുള്ള തേങ്ങ, പിന്നെ വന്നിട്ട് കാന്താരി മുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം അതിന് ടേസ്റ്റാണ്. കാരണം എല്ലാവിടെയും അത് സ്പ്രെഡ് ആവും. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ലേശം കറിവേപ്പില, ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്. എല്ലാവരും ചേർക്കണമെന്നില്ല, ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തവരാണെങ്കിൽ ലേശം ചുവന്ന മുളകും വെളുത്തുള്ളിയും ചതച്ചിട്ട് ലേശം എണ്ണ കടുക് വറുത്തിട്ട് അതിൽ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്താൽ അത് വേറൊരു ഫ്ലേവർ ആയിരിക്കും. കാന്താരി മുളക് ആയതുകൊണ്ട് വേറൊരു ഫ്ലേവർ. അപ്പോൾ ഇത്രയാണ് കപ്പയാക്കിയത്. ഇത്രയേ ഉള്ളൂ കപ്പ നമ്മളാക്കുന്ന രീതിയിൽ. അതൊന്ന് അടച്ച് വെച്ചാൽ കുറച്ച് നേരം ആ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലൊന്ന് ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കപ്പ മീൻ കറിയായി. ഇപ്പോൾ ഇവിടുത്തെ അതൊന്ന് പറയുക, ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. കാരണം ഇവരാണ് പറഞ്ഞിട്ട് പറയാം, അമ്മ കഴിക്കുക, അതുണ്ട് ഇതുണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ കറി നല്ല രസമുണ്ടെങ്കിൽ അവരൊരു അപ്രിസിയേഷൻ മതിയല്ല നമുക്കൊരു സന്തോഷമാവാൻ. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന